സ്ക്വിഡ് ഗെയിം സീസൺ 2 2021 ഇതിന്റെ ഫസ്റ്റ് സീസൺ റിലീസായ സമയത്ത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഏതാണ്ട് 3 വർഷത്തിന് ശേഷം ഇതിന്റെ സീസൺ 2 വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു പ്രതീക്ഷകളെ നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതല്ലെങ്കിൽ ഈ സീസൺ 2 ഡിഫൈൻ ചെയ്യാവുന്ന ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ മൈൻഡ് ഗെയിം എന്ന് തന്നെയാണ്. കാരണം ഒരു സ്ട്രാറ്റജി, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഗെയിമിലേക്ക് ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല നേച്ചർ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവരുടെയൊക്കെ ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന പ്രൈസ് മണിയാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനുള്ള മനുഷ്യന്റെ ഒരു ഗ്രീഡി നേച്ചറിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സീസണിലും സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രീവിയസ് സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗെയിംസിൽ എല്ലാം വിജയിച്ചു വന്നിട്ടുള്ള ആ ഒരു ക്യാരക്ടറിന് തന്റെ ലൈഫിൽ ഇത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തെങ്കിലും എന്താണ് ഇനി മുന്നോട്ട് എന്നുള്ള ഒരു ചോദ്യചിഹ്നത്തോട് കൂടിയിട്ടാണ് ആളുടെ യാത്ര. ഈ ഒരു ഗെയിംസിനെ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക, അതിന് പിന്നിൽ ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അവരെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാനിരിക്കുമ്പോൾ ആ ഒരു മൊമെന്റ് അല്ലെങ്കിൽ അവർ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ചില മൊമെന്റ്സും, ഈവൻ ഫസ്റ്റ് സീസണിൽ നമ്മൾ ചില ഗെയിംസ് വരുമ്പോൾ നമുക്ക് ചങ്കിടിപ്പ് കൂടും, കാരണം നമ്മളാണോ ആ ഗെയിംസ് കളിക്കുന്നത് എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഈ സെക്കൻഡ് സീസണിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിന്റെ എഫേർട്ട് നല്ല രീതിയിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. കാരണം ഓരോരോ ഗെയിംസ് വരുമ്പോഴും ഇനി എന്താണ് ഉണ്ടാവുക, ഇതിൽ ആരൊക്കെ ഇനി ജീവനോടെ ഉണ്ടാവും, ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഫീലും അല്ലെങ്കിൽ ആ ഒരു ചങ്കിടിപ്പ് കൂട്ടുന്ന പോലുള്ള ആ ഒരു മൊമെന്റ്സ് ഒക്കെ ആ ഒരു റൈറ്റിങ്ങിലും അല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷനിലൂടെയും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സീരീസ് തന്നെയാണ് ഇതെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്ന ടൈപ്പിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഏതൊരു മനുഷ്യന്റെ മുമ്പിലും ഒരു കാര്യം സെലക്ട് ചെയ്യുന്നതിന്റെ സമയത്ത് മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകും, ഇത് വേണോ ഇത് വേണ്ടയോ എന്നുള്ളത്. ആ ഒരു കാര്യങ്ങളെല്ലാം മറികടന്നിട്ട് അതിന് വേണ്ടിയിട്ട് എന്താണ് യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ പിന്നീട് ഉണ്ടാവുന്ന കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളതിന്റെ ഒരു പ്യുവർ ആയിട്ടുള്ള വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് സ്ക്വിഡ് ഗെയിം സീസൺ 1 and 2. ഇതിന്റെ അവസാനം തന്നെ പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാതെ ഒരു ക്ലിഫ് ഹാങ്ങറിലാണ് ഇപ്പൊ നിർത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു തേർഡ് സീസൺ ഈ 2025 റിലീസ് ചെയ്ത് അതോടുകൂടിയിട്ട് ഈ ഒരു 3 സീസണോട് കൂടി ഈ സീരീസ് അവസാനിക്കുന്നതാണ് റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എഫേർട്ടുകൾ, അല്ലാണ്ട് ഒരാവശ്യമില്ലാതെ വലിച്ചു നീട്ടേണ്ട ഒരു കാര്യം ഈ സീരീസിന് ഇല്ല എന്നുള്ളത് നമ്മൾ ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവും. ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഇപ്പൊ നമ്മൾ സീസൺ 1 കണ്ട ആളുകൾക്ക് അറിയാം ആ ഒരു ക്യാരക്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഓരോരോ ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്. ഇവിടെ അവർ വരുന്നതിനുള്ള മെയിൻ റീസൺ തനിക്ക് അവർക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട ഒരു എമൗണ്ടിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുള്ള ആൾക്കാർ ഒരു സൈഡിൽ, നിവൃത്തികേട് കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ മറ്റൊരു സൈഡിൽ. ആൻഡ് രണ്ട് ചോയ്സസ് ആണ് നമുക്ക് ഈ സീരീസിലുള്ളത്. പല ക്യാരക്ടേഴ്സിലൂടെ നമ്മളെ രണ്ട് ചോയ്സസിലാണ് കൊണ്ട് നിർത്തുന്നത്, ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. ആൻഡ് അവിടെ നമ്മൾ തീരുമാനത്തിൽ എത്തുന്ന ആൾക്കാരിൽ, അതായത് ഈ ഒരു ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള ഒരു ഡിലമയിൽ നിൽക്കുമ്പോൾ അവരോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ആൻഡ് അതിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകർ വേണോ വേണ്ടയോ എന്നുള്ള ഒരു പക്ഷത്തേക്ക് മാറിപ്പോവുകയും ചെയ്യും. ആൻഡ് അത് ഈ സീരീസിൽ എന്താ പറയണ്ടേ, പ്രോപ്പർ ആയിട്ട് ഓരോ സീസൺ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഇനി എന്താ ഉണ്ടാവുക ഇനി എന്താ ഉണ്ടാവുക എന്ന് നമ്മളെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാജിക് ഇതിലുണ്ട്. ആൻഡ് സീസൺ 3ലും അത് വീണ്ടും റിപ്പീറ്റ് ആവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉള്ള ചില സീക്വൻസുകൾ അല്ലെങ്കിൽ ചില ഷോട്ടുകളൊക്കെ ഒരു മനുഷ്യന്റെ രണ്ട് സൈഡ് കാണിക്കുന്ന ചില ഒരു സീനിലത്തെ ലൈറ്റ്നിങ് ആയാലും അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രഫി ആയാലും അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് എങ്ങനെയാണ് ഒരു ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്താണോ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പ്രോപ്പർ ആയിട്ട് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യുന്നതിൽ അവർക്ക് സാധിച്ചു. ആൻഡ് ഒരുപാട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റും ടേൺസും ഈ സീരീസിലെ പല മൊമെന്റ്സിൽ അവർ കൊണ്ടുവന്നു. അത് വളരെയധികം അടിപൊളിയായിട്ട് തന്നെ തോന്നി. നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന പല ചിന്തകളെയൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ചില സംഭവങ്ങളൊക്കെ. ആൻഡ് അത് നൈസ് ആയിട്ടുണ്ട്. ആൻഡ് ഒരു മൈൻഡ് ഗെയിം ആയിട്ട് തന്നെയായിരുന്നു ഈ സീസൺ 2 പോയത്. അല്ലെങ്കിൽ ഈ സീസൺ 2 ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡ് എന്ന് വെച്ചാൽ മൈൻഡ് ഗെയിമാണ്. കാരണം അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സീസൺ 2 കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് ഈ സീസൺ 2 കൊടുക്കാൻ കാരണം എന്നുള്ളത്. എന്തായാലും ഒരിക്കലും മിസ് ചെയ്യാതെ കാണാത്തവരുണ്ടെങ്കിൽ സീസൺ 1 ആൻഡ് സീസൺ 2 മസ്റ്റ് ആയിട്ട് കണ്ടുവെക്കുക. ആൻഡ് ഈ വർഷം തന്നെ ഇതിന്റെ സീസൺ 3 റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിന് ആദ്യം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരാവശ്യമില്ലാതെ നെറ്റ്ഫ്ലിക്സ് പല എപ്പിസോഡുകളും വെറുതെ അല്ലെങ്കിൽ പല സീസൺസ് ആയിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടാറുണ്ട് ഒരാവശ്യമില്ലാതെ. പക്ഷെ വേണ്ട പോലെ അവസാനിപ്പിക്കേണ്ട സീരീസുകൾ ഒന്നാണ് സ്ക്വിഡ് ഗെയിം. ആൻഡ് അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് സീസൺ 1 ആൻഡ് സീസൺ 2. സീസൺ 3 വലിയൊരു വിജയം തന്നെ ആവട്ടെ. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സീസൺ 2 കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.